കോൺഗ്രസിന്റെ ഓഫീസിന് മുന്നിലും പുലർകാലങ്ങളിലുള്ള ആഘോഷങ്ങൾക്ക് തുടക്കമാവുന്ന കാലമാണ് എന്ന് കരുതാവോ വിനിത? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഹാഷ്മി. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരുപക്ഷെ ഈ എക്സിറ്റ് പോൾ ഫലത്തിന്റെ കൂടി ഒരു വിശ്വാസത്തിൽ തന്നെയാണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇവരുടെ ഒരു ആഘോഷം അല്ലെങ്കിൽ ഈ ഒരു ജനപങ്കാളിത്തം ഒക്കെ നമുക്ക് ആ കോൺഗ്രസിന്റെ റാലികളിലേക്കടക്കം കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് ക്യാമ്പുകൾ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഹരിയാനയിൽ നിന്നുൾപ്പെടെയുള്ള ചില പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുമൊക്കെയായി നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. അപ്പോൾ അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം അവിടെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, അവിടെ ഈ ഗുസ്തി താരങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അവസാന ഘട്ടത്തിൽ അക്കാര്യങ്ങളിലെല്ലാം BJP സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രചരണായുധമാക്കുകയായിരുന്നു കോൺഗ്രസ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജാട്ട് വിഭാഗത്തെ ഒപ്പം നിർത്തിയിട്ടുണ്ടായിരുന്നു, ദളിത് വിഭാഗത്തെ ഒപ്പം നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ടായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇതിനിടെ ചില പിണക്കങ്ങൾ, ചില പൊട്ടിത്തെറികളൊക്കെ കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും രാഹുൽ ഗാന്ധി തന്നെ മുന്നോട്ട് വന്നുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് മുന്നേറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഹരിയാനയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ജമ്മു കാശ്മീരിലും കോൺഗ്രസ് ശക്തമാണ്. NC-യുമായി ചേർന്നുകൊണ്ട് ഒരു അലയൻസ് അവർ അവിടെ രൂപീകരിക്കുന്നു. ആ അലയൻസിന്റെ ഭാഗമായി പല മേഖലകളിലും കോൺഗ്രസിന്റെ അടക്കം മുതിർന്ന നേതാക്കൾ നേരിട്ടെത്തി അവിടെ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നു. രാഹുൽ ഗാന്ധി പല കുറിയാണ് ജമ്മു കാശ്മീരിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ജനങ്ങളുമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ വൈകാരികമായിട്ടാണ് അത്തരം പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുമൊക്കെ ഉണ്ടായിരുന്നത്. ഈ 370-ാം വകുപ്പ് ഉൾപ്പെടെയാണ് ജമ്മു കാശ്മീരിൽ ചർച്ചാ വിഷയമായത്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പുകൾ ഉള്ളത്. പക്ഷേ അതേസമയം BJP ക്യാമ്പുകളും അവരവരുടെ പ്രതീക്ഷകൾ കൈവിടുന്നില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ ആഘോഷ പരിപാടികൾ, അവർ ഇതിനോടകം വലിയ ആത്മവിശ്വാസം ഒക്കെയാണ് നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാൻ കഴിയുന്നത്. ഹരിയാനയിൽ നിന്നുൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അവരുടെ പ്രവർത്തകരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ അങ്ങനെ വലിയ ആഘോഷ പരിപാടികൾ. അവരുടെ കയ്യിൽ പ്ലക്കാർഡുകളുണ്ട്, അതിൽ രാഹുൽ, പ്രിയങ്ക, സേന എന്നൊക്കെയാണ് അവർ എഴുതിയിരിക്കുന്നത്. ഹരിയാനയിൽ കോൺഗ്രസ് സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് അവർ പറയുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭാരത് ജോഡോ യാത്രയിലൊക്കെ ഉണ്ടായിരുന്ന അവരുടെ ഒരു ക്യാപ്ഷൻ തന്നെയായിരുന്നു അത്. നേതാക്കളടക്കം ഇവിടെയുണ്ട്. देखिए पूरा कॉन्फिडेंस है, हरियाणा और जम्मू कश्मीर सरकार बड़े बहुमत से बनाने जा रहे हैं और पूरा देश राहुल गांधी के साथ खड़ा है। भारत जोड़ो यात्रा पसंद करे, मैं समझता हूँ परचम कांग्रेस का लहराएगा, हर आदमी पसंद कर रहा है। किसान, महिला, मजदूर सब राहुल गांधी के साथ खड़े हैं और परिवर्तन बता देगा। परिवर्तन ही चाहते हैं कि किसान की बात राहुल गांधी करते हैं। അവർ സൂചിപ്പിച്ചതുപോലെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. പ്രധാനമായും പറയുന്നത് ഈ കർഷകരുടെ ഒപ്പം ഇതിനോടകം വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇതിനൊരു പരിഹാരം എന്നൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. ഇതൊക്കെ പ്രചരണായുധമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ഒരു പ്രചരണ രീതിയും ഉണ്ടായിരുന്നത്. ഇതിന്റെയൊക്കെ ഒരു ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും രാവിലെയോടുകൂടി തന്നെ ഒരു ഓളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. AICCക്ക് മുൻപിൽ പ്രവർത്തകരൊക്കെ രാവിലെയോടുകൂടി എത്തിയിട്ടുണ്ട്. അവർ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ടീഷർട്ടുകളൊക്കെ ധരിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഹരിയാന ആവാസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. फुल कॉन्फिडेंस 70 पार 8 बजे 10 बजे क्लियर हो जाएगा सारा। बीजेपी के जितने भी प्रत्याशी है सभी काउंटिंग सेंटर छोड़ के भाग चुके होंगे। 10 बजे तक कोई नहीं मिलेगा काउंटिंग सेंटर में। തീർച്ചയായും ഈ ഒരു കോൺഫിഡൻസ് ആണ് വലിയ പ്രതീക്ഷ. അവിടെ AICC ആസ്ഥാനത്ത് മുന്നിൽ വലിയ പ്രതീക്ഷ കാണുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത കാലത്തും കോൺഗ്രസിന്റെ AICC ഓഫീസിന് മുന്നിൽ രാവിലെയൊക്കെ അത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളോ മുദ്രാവാക്യങ്ങളോ ഒന്നും കാണാറില്ല. അത് ഹരിയാനയിലെ എക്സിറ്റ് പോളുകൾ നൽകുന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഉള്ളത്. പിന്നെ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായി നമ്പാൻ പറ്റുമെന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്തിന് ശേഷം നമുക്ക് ഒരു സംശയം അവിടെ ഉണ്ട്. അവിടെ 400 പാറൊക്കെ പറഞ്ഞ ആക്സിസ് മൈൻ്റെ ഒക്കെ അതിനുശേഷം അതിൻ്റെ പ്രദീപ് ഗുപ്ത ഒക്കെ പൊട്ടിക്കരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അട്ടിമറികൾ, എക്സിറ്റ് പോളുകൾ അട്ടിമറി ഉണ്ടാവില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അപ്പോൾ എന്തും സംഭവിക്കാം. ഇത് ജനാധിപത്യമാണ്, രാജ്യത്തിൻ്റെ ജനാധിപത്യം ഒരു മഹാവിസ്മയമാണ്. എന്തും സംഭവിക്കാം. അത് ഒരു എക്സിറ്റ് പോളുകൾക്കും വഴങ്ങിക്കൊടുക്കുന്ന ഒന്നല്ല. പക്ഷേ ഈ പറയുന്ന എക്സിറ്റ് പോളുകൾക്കപ്പുറം ഹരിയാനയിലെ ഗ്രൗണ്ടിൽ നിന്ന് ഉണ്ടാകുന്നത് BJPക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ്. നേരത്തെ അത് അവിടെ ഒരു പൂജയുടെ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. അത് എവിടുത്തെ പൂജയാണ് എന്ന കാര്യം കാശ്മീരിൽ പൂജകൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്ഥാനാർത്ഥികൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ചങ്കിടിപ്പേറുന്ന നിമിഷങ്ങളാണ്. അവർ പ്രത്യേകിച്ച് അധികമായി ദൈവത്തിനെ വിളിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് അധികമായി പൂജയും പള്ളികളിലേക്കൊക്കെ ഓടിപ്പോകുന്ന മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന സമയമൊക്കെയാണ്. കാര്യം
ഈ പറയുന്ന ദൈവവിശ്വാസികളായ സ്ഥാനാർത്ഥികൾക്ക് ദൈവത്തിൻ്റെ പിന്തുണ ഇപ്പോൾ അടിയന്തരമായി വേണ്ട ഒരു സമയമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനിയിപ്പോൾ 46 മിനിറ്റും 19 സെക്കൻഡും മാത്രമാണ് ബാക്കി. കേവലം 2 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്നതിനപ്പുറം ദേശീയ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന മഹാരാഷ്ട്രയിൽ വരാൻ പോകുന്ന ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിലൊക്കെ എന്ത് സ്വാധീനം ഇതുണ്ടാക്കുമെന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട പ്രതിപക്ഷ മുന്നേറ്റത്തിന്റെ തുടർച്ച ഉണ്ടാവുന്നുണ്ടോ? മോദി പ്രഭാവം എത്രത്തോളം ഇനി ബാക്കിയുണ്ട്? അത് പൂർണ്ണമായി അസ്തമിച്ചോ? അതോ മോദി ലോക്സഭയ്ക്ക് ശേഷം 3ാം മോദി സർക്കാരിന് ശേഷം വീണ്ടും ഉയർത്തു വരികയാണോ? തുടങ്ങിയ ഒരുപിടി ചോദ്യങ്ങൾ, ഒരുപിടി ദേശീയ പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ കൂടി മറുപടിയാവേണ്ട വോട്ടെണ്ണൽ വരാൻ പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്ക്രീൻ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. അത്രത്തോളം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ സ്ക്രീനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. എങ്കിൽ കൂടിയും നോക്കൂ, മാജിക് സ്ക്രീൻ ഒരൊറ്റ നോട്ടത്തിൽ ഏറ്റവും ടോപ്പിൽ ഹരിയാന. BJP എത്ര, കോൺഗ്രസ് എത്ര, JJP എത്ര, INLD എത്ര എന്ന് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ കഴിയും. അതിൽ മറ്റ് കൺഫ്യൂഷനോ മറ്റ് ഏതെങ്കിലും തരത്തിൽ സങ്കീർണതകളോ ഇല്ല. തൊട്ടു താഴെ ജമ്മു കാശ്മീർ, ഇന്ത്യ എത്ര, BJP എത്ര, PDP എത്ര, ആപ്പ് എത്ര, മറ്റുള്ളവർ എത്ര എന്നുള്ളത് തൊട്ടു താഴെ അറിയാം. ഒരൊറ്റ നോട്ടത്തിൽ സ്ക്രീനിൽ അറിയാം. അതിനിടയിൽ ഈ പറയുന്ന ജുലാനയിൽ വിനേഷ് ഫോഗട്ട് നേടുമോ, അല്ലെങ്കിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡ, മഞ്ജു ഹൂഡയോട് എത്ര വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒമർ അബ്ദുള്ള എത്രത്തോളം മുന്നിൽ എത്രത്തോളം പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇടയിൽ ഈ പറഞ്ഞ കട്ടി വെണ്ടയ്ക്കാക്ഷരത്തിൽ വളരെ പെട്ടെന്ന് അറിയാനും കഴിയും.